പാഷൻ ഫ്രൂട്ട് കൊണ്ട് നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്യാതെ ഈസി ആയിട്ടൊരു പുഡിംഗ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഫ്രൂട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പൾപ്പ് ഏകദേശം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിതാ 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള പാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ നമ്മൾ അരക്കപ്പൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെതായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പോളം കോൺഫ്ലവർ, അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 1 കപ്പ് പാല് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കോൺഫ്ലവർ ഒക്കെ നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് ആ ഒരു കട്ടൊന്നും ഇല്ലാതെ അലിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബാക്കി 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഒരു പാക്കറ്റ് പാല് 1/2 ലിറ്റർ പാലാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പാഷൻ ഫ്രൂട്ട് പഞ്ചസാരയുള്ള നമ്മൾ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ലൂസായിട്ടുള്ള ഇങ്ങനെ കൺസിസ്റ്റൻസിയിലല്ലേ ഉള്ളത്. ആ ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റാകുമ്പോൾ കുറച്ചുകൂടെ ലൂസാവും. ഇനി ആ ഒരു ഇങ്ങനെ തിളച്ച് പതയായി വന്നിട്ട് പിന്നീട് ആ ഒരു പതയൊക്കെ മാറി അതിൽ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരും. ആ ഒരു സമയം വരെ നമ്മൾ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതായത് ഏകദേശം ഒന്ന് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് കുറുകേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. ഇനി നമ്മൾ നേരത്തെ കോൺഫ്ലവറും പാലും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മളിതാ ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. കാരണം അത് കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുറുകി വരും. അപ്പോൾ അത്യാവശ്യം ഒന്നിങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന പൾപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ചേർക്കേണ്ട, നിങ്ങൾക്ക് എത്രയാണ് ആ ഒരു ടേസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആ ഒരു കളറും ഒക്കെ നോക്കിയിട്ട് വേണ്ടത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കുറുകി തുടങ്ങും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നെയ്യൊന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും തട്ടിയിട്ടൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന പൾപ്പ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൾപ്പ് നമുക്കൊരു ലെയറായിട്ട് തന്നെ വേണമെങ്കിലും ആക്കി കൊടുക്കാം. ഇനി നമുക്ക് അത്ര ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് അവിടെ മാത്രമായിട്ട് ആക്കി കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡിങ് ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഞാനിവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെയറായിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്ക് ആ ഒരു കുരു ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുരു ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ആ ഒരു പൾപ്പ് മാത്രമായിട്ട് വേണമെങ്കിലും മേലെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പക്ഷേ അങ്ങനെ തന്നെയാണ് ചെയ്യണത്. നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ആ ഒരു കുരു നമുക്ക് അങ്ങനെ തോന്നുകയില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ കുരു കഴിക്കുന്ന സമയത്ത് കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെയല്ല, ഇങ്ങനെ ആ ഒരു പഞ്ചസാരയുടെ ഒക്കെ കിടന്നായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമ്മളെ പുഡിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നാലും നല്ല രസമായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും. താഴെ ഭാഗത്തൊരു ലൈറ്റ് യെല്ലോ കളറും മേലെ ഒരു യെല്ലോ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പുളിപ്പ് ഒരുപാട് ഇഷ്ടമില്ലാത്തവർ ആ ഒരു ഫസ്റ്റ് ലെയറായിട്ട് മാത്രം ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ കളറും ആ ഒരു ഫ്ലേവറൊക്കെ വരും ചെയ്യും. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുത്താലും നന്നാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.